Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഒരു ഏരിയ ഉണ്ട് അല്ലേ. അപ്പൊ അത് നല്ലൊരു മാർക്ക് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അത് നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾ ഡെയിലി ഓരോ DI വെച്ച് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് അത് ആ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് DIയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിയേ, DI എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം ഒരു ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനെ ബേസ് ചെയ്ത് ആ ഒരു ടേബിളിൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ പറയും. നമ്മൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ഈ ഒരു പാരഗ്രാഫിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ എന്താ പറയുന്നേ? The following table shows the percentage distribution of number of students. അതായത് ബോയ്സ് ആൻഡ് ഗേൾസ് ഉള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷനും number of girls who are enrolled in 5 different games: basketball, soccer, badminton, cricket, tennis, in a school during the section 2022 to 2023. Total number of 6,000 students are enrolled in all the 5 games in the school, in which number of girls is 3,500. Based on the data in the table, answer the question. Clear അല്ലേ? ഇപ്പൊ ഒരു സ്കൂളിലെ 5 ഡിഫറെന്റ് ഗെയിംസിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞത്. അതായത് ആദ്യം തന്നിരിക്കുന്ന സ്റ്റുഡൻസ്, അതായത് ടോട്ടൽ 6,000 സ്റ്റുഡൻസ് ഉണ്ട്. ആ 6,000-ല് എത്ര പേരാണ് ബാസ്കറ്റ് ബോളിൽ ഉള്ളത്, അതേപോലെ ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ടെന്നീസിലൊക്കെ ഉള്ളതിന്റെ പെർസെന്റേജ് ആണ് ആദ്യത്തെ ഇത് പറയുന്നത്. അതായത് ഇപ്പം പറഞ്ഞാൽ 16% 6,000 ആൾക്കാരാണ് ബാസ്കറ്റ് ബോള് കളിക്കുന്നത്. സ്റ്റുഡൻസ് മൊത്തം സ്കൂളിലെ സ്റ്റുഡൻസിൽ നിന്ന് മൊത്തം സ്റ്റുഡൻസ് 6,000 ഉണ്ട്. അതിന്റെ 16% ആണ് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത്. പിന്നെ പറയുന്നത് ഗേൾസ്, അതേപോലെ തന്നെ 3,500 ഗേൾസ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആ 3,500 ഗേൾസിൽ നിന്ന് 14% ആൾക്കാരാണ് എന്ത് കളിക്കുന്നത്? ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് അല്ലെ. 14% ഓഫ് 3,500 ആണ് ബാസ്കറ്റ് ബോൾ കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബോയ്സ് എത്രയാണ്? നമുക്കറിയാം ഇത് ടോട്ടൽ സ്റ്റുഡൻസ് ആണ്. ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്ന് ഈ പറയുന്ന ഗേൾസിന്റെ എണ്ണം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബോയ്സിന്റെ എണ്ണം കിട്ടും അല്ലെ. അപ്പൊ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ബോയ്സിന്റെ എണ്ണം ചോദിച്ചാൽ 16% ഓഫ് 6,000 മൈനസ് 14% ഓഫ് 3,500 അല്ലെ. അപ്പൊ അത് ആവശ്യമുള്ളിടത്ത് നമുക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഞാൻ പറയുവാണ്, ഇപ്പൊ നമ്മൾ DIയില് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുത്ത് നമ്മളിപ്പം ഇവിടെ ബോയ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം കണ്ടുപിടിച്ചെങ്കിൽ ആ വാല്യൂ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ എഴുതി പോകുക. അതായത് ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ബോയ്സിന്റെ എണ്ണവും വേറൊരു നമ്പരും തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഒരു തവണ ചെയ്ത വാല്യൂ നമുക്കത് അവിടെ എവിടെ എഴുതിയേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് പോലെ നിങ്ങൾ എഴുതണം. എന്നാലേ പിന്നെയും നമുക്ക് വീണ്ടും ചെയ്യാതെ ആ വാല്യൂസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അല്ലാതെ ഇപ്പം എല്ലാം കൂടെ കണ്ടുപിടിച്ച് ഇവിടെ ആദ്യമേ എഴുതി വെക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ചെയ്തു പോയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു ടേബിൾ നന്നായിട്ട് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, number of boys who are enrolled in soccer is -% of number of boys who are enrolled in all the 5 sport games. ഓക്കെ, അപ്പം ഈ ഒരു കളിയില് പങ്കെടുത്ത ബോയ്സിന്റെ എണ്ണം അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്കിപ്പോ A എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ A ആണ്. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ബോയ്സ്, ടോട്ടൽ ബോയ്സ് എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് B ആണെങ്കിൽ ചോദ്യം എങ്ങനെയാണ്? A is what % ഓഫ് B എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ അങ്ങനെ പറയാം, A/B × 100 ചെയ്താൽ മതി അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം A കണ്ടുപിടിക്കാം. A എന്താണ് നോക്കിയേ, ടോട്ടൽ എത്ര പറയാം? 21% ഓഫ് 6,000 ഉണ്ട് ടോട്ടൽ. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഗേൾസ് എത്രയാണ്? 28% ഓഫ് 3,500. 28% ഓഫ് 3,500 കുറയ്ക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ പെർസെന്റേജും 2 0, 21/100 × 6,000 അല്ലെ. അതായത് പെർസെന്റേജും 2 0, ഇവിടെ 2 0 കൂടെ കട്ട് ചെയ്യുക അല്ലെ. അപ്പൊ എത്ര വരും? 21 × 60 മൈനസ് പെർസെന്റേജ് 2 0 കൂടെ കട്ട് ചെയ്താൽ 28 × 35. അത് സോൾവ് ചെയ്താൽ മതിയല്ലോ. 6 1260 മൈനസ് 28 × 35.
എന്ത് വരും 980 അല്ലെ. ഇനി അത് മൈനസ് ചെയ്തേ, 280 കിട്ടും അല്ലെ. ആളുകൾ, അതായത് സോസർ കളിക്കുന്ന ബോയ്സിന്റെ എണ്ണം എത്ര കിട്ടി? 280 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബോയ്സിന്റെ എണ്ണം. നമുക്കറിയാം ടോട്ടൽ 6000 ഉണ്ട്, അതിൽ നിന്ന് 3500 കുറയ്ക്കണം അല്ലെ. 2500 ആൾക്കാരാണ് എവിടെ ഉള്ളത്? ബോയ്സ് മൊത്തം എല്ലാ ഗെയിംസും കൂടെ കളിക്കുന്നത്. ഇനി ചോദ്യം എന്താണ്? ഈ പറയുന്ന 280 ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 2500 അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? A by B into 100. 280 by 2500 into 100. ക്ലിയർ അല്ലേ? അപ്പൊ ഓരോന്നിട്ട് കണ്ടുപിടിച്ചു. അതായത് ആദ്യം നമ്മൾ A കണ്ടുപിടിച്ചു, പിന്നെ ബി എന്ന് പറഞ്ഞത് ടോട്ടൽ ബോയ്സ് ആണ്, അത് കണ്ടുപിടിച്ചു. ദെൻ A ഈസ് വാട്ട് പെർസെന്റ് ഓഫ് B. എന്താണ്? A by B into. ഇത് പഠിച്ചു വെച്ചേക്കണം. ഇതേപോലുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും ഒരു DIക്കകത്തുള്ളതാ അല്ലെ. A ഈസ് വാട്ട് പെർസെന്റ് ഓഫ് B. അതിനെ ചെയ്ത എയും ബിയും കണ്ടുപിടിക്കുക. A by B into 100. ഓക്കെ, 280 by 2500 into 100. ഓക്കെ, കട്ട് ചെയ്യാം. ദെൻ 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ആയി, ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 56 ഡിവൈഡ് ബൈ 5 1.2 അല്ലെ. 11.2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the number of boys who are enrolled in the game basketball? ബാസ്കറ്റ്ബോളിൽ എൻറോൾ ചെയ്ത ബോയ്സിന്റെ എണ്ണം അല്ലെ. അപ്പൊ എന്താണ്? 16% of 6000. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ്. അതിൽ നിന്ന് ഗേൾസിന്റെ എണ്ണം, ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 14% of 3500. ക്ലിയർ അല്ലേ? അത് മൈനസ് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? 16 ഇൻറ്റു പെർസെന്റേജും 2 സീറോയും കട്ട് ചെയ്തു. 16 ഇൻറ്റു 60 മൈനസ് പെർസെന്റേജ് 2 സീറോയും കട്ട് ചെയ്തു. 14 ഇൻറ്റു 35. സോൾവ് ചെയ്തേ. 36 960 മൈനസ് 14 ഇൻറ്റു 35. 490. എത്ര വരും? 0 7 470 അല്ലെ. 470 എന്നാണ് ആൻസർ കിട്ടുന്നത്. അതായത് ബാസ്കറ്റ്ബോൾ കളിക്കുന്ന നമ്പർ ഓഫ് ബോയ്സിന്റെ എണ്ണം അല്ലെ. ഓപ്ഷൻ ഡി 470. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ചിലപ്പോൾ എവിടെങ്കിലും നമ്മൾ നെക്സ്റ്റ് കേസിലേക്ക് ഇതേ വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് നേരത്തെ നമ്മൾ ചെയ്തു. അവിടെ നമ്മളിപ്പം സോസർ എന്ന് പറഞ്ഞ കളിയിലെ ആളുകളുടെ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിച്ചു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത്, അതായത് നീറ്റ് ആയിട്ട് എഴുതി പോവുക നിങ്ങൾ. ഓക്കെ, ഒരു പേപ്പറിൽ എഴുതിയാലും ഓർഡർ ആയിട്ട് എഴുതി പോവുക. പിന്നെ ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് അത് കിട്ടണം. Next question. What is the difference between number of girls and number of boys who are enrolled in the game of tennis? ടെന്നീസ് എന്നുള്ള കളിയിൽ ഗേൾസിന്റെയും ബോയ്സിന്റെയും എണ്ണത്തിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നു, അതേപോലെ തന്നെ ഗേൾസിന്റെ എണ്ണം നമുക്കറിയാം, അതിന്റെ കൂടെ ഡിഫറൻസ് പറയാം അല്ലെ. ടോട്ടൽ എത്രയാണ്? 20% of 6000 ആണ് ടോട്ടൽ സ്റ്റുഡൻസ്. അതിൽ നിന്ന് 22% of 3500 കുറയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് ബോയ്സിന്റെ എണ്ണം കിട്ടും. ക്ലിയർ അല്ലേ? ബോയ്സ് എത്ര വരും? 20 ഇൻറ്റു 60 മൈനസ് 22 ഇൻറ്റു 35. ഓക്കെ, 1200 നിന്ന് 35 ഇൻറ്റു 22 770 അല്ലെ. ഇപ്പൊ ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 770 നമുക്ക് കിട്ടിയേ. ഗേൾസിന്റെ എണ്ണം 770 ആണ്. ബോയ്സിന്റെ എണ്ണം 1200 നിന്ന് 770 കുറയ്ക്കാം. 430 അല്ലെ. ബോയ്സിന്റെ എണ്ണം നമുക്ക് 430 കിട്ടി, ഗേൾസിന്റെ എണ്ണം നമുക്ക് 770 കിട്ടി. ഇനി ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. 770 മൈനസ് 430 എത്ര വരും? ആൻസർ 340. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോയ്സ് ആർ എൻറോൾഡ് ഇൻ സോസർ ആൻഡ് ടെന്നീസ് ടുഗദർ അല്ലെ. ഇപ്പൊ ഇവിടെ സോസറിന്റെയും ടെന്നീസിലെയും ബോയ്സിന്റെ എണ്ണം ഒരുമിച്ചാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഇപ്പൊ നമ്മൾ ടെന്നീസിലെ ബോയ്സിന്റെ എണ്ണം നമ്മളിപ്പോ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ടെന്നീസിലെ ബോയ്സിന്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ബോയ്സ് ആർ എൻറോൾഡ് ഇൻ സോസറിന്റെ എണ്ണവും നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇനി അത് രണ്ടും കൂടെ ഈ ക്വസ്റ്റ്യനിൽ ആ രണ്ട് വാല്യൂസും കൂടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നീരട്ട് എഴുതിയാ വരച്ചിരുന്നാൽ ആ വാല്യൂസ് നമുക്ക് നോക്കി എഴുതാം. ഓക്കെ, അപ്പൊ എങ്ങനെയാ വാല്യൂസ് വരുന്നത്? ഇതിൻ്റെത് 280 നമ്മൾ നേരത്തെ ചെയ്തു. ടെന്നീസിന്റെ ആണെങ്കിൽ 430 നമുക്ക് കിട്ടിയായിരുന്നു അല്ലെ. ദെൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ചെയ്താൽ മതി അല്ലെ. ക്ലിയർ ആയല്ലോ? 0 11 710.
710. Option D, 710. Next question. Number of boys who are enrolled in cricket is approximately dash percent more than number of students who are enrolled in badminton. Okay. അപ്പൊ ഇവിടുന്ന് ആദ്യം മനസ്സിലാക്കേണ്ട ഇതാണ്. ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, A is dash percent more than B. അല്ലെ, നമ്മൾ ആദ്യം ഒരെണ്ണം പഠിച്ചു, A is what percent of B. അതങ്ങനെയായിരുന്നു, A by B into 100. അല്ലെ, ഇവിടെ ചോദിക്കുന്നത് രണ്ട് വാല്യൂ ഉണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബോയ്സ് ആർ എൻറോൾഡ് ഇൻ ക്രിക്കറ്റ്. ക്രിക്കറ്റിലുള്ള ബോയ്സിന്റെ എണ്ണം അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ എൻറോൾഡ് ഇൻ ബാഡ്മിന്റൺ. ബാഡ്മിന്റണിലെ മൊത്തം സ്റ്റുഡൻസിന്റെ എണ്ണം അത് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് എയും ബിയും അല്ലെ. എന്നിട്ട് എന്താ ചോദ്യം? എ ബിയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇത് രണ്ട് തരത്തിൽ ചോദിക്കാം. ഒന്ന് പെർസെന്റേജ് മോർ ചോദിക്കാം, രണ്ടാമത്തത് പെർസെന്റേജ് ലെസ് ചോദിക്കാം. ഇത് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? പെർസെന്റേജ് മോർ ചോദിച്ചാൽ രണ്ട് വാല്യൂസ്, ഇപ്പൊ എയും ബി എന്നുള്ള രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ, ആ രണ്ട് നമ്പർ തന്നിട്ടായിരിക്കും നമ്മളോട് ഈ പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് ചോദിക്കണം അല്ലെ. പെർസെന്റേജ് മോർ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് എടുക്കുക ബൈ എന്താ? മോർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ രണ്ട് നമ്പറിലെ സ്മോളർ നമ്പർ ഏതാണോ അത് താഴെ എഴുതുക. ഓക്കെ, സ്മോളർ നമ്പർ ഇൻറ്റു 100. ഒരു ചെറുതിൽ നിന്നല്ലേ നമ്മൾ ചോദിക്കത്തുള്ളൂ മറ്റേതിനെക്കാട്ടിൽ എത്ര കൂടുതലാണ് എന്ന്. അതേപോലാണ് പെർസെന്റേജ് മോർ വെച്ചാൽ ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക, താഴെ ചെറിയ നമ്പർ കൊടുക്കുക, ഇൻറ്റു 100. ഇനി പെർസെന്റേജ് ലെസ് ആണ് ചോദിക്കുന്നതെങ്കിലും അവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, താഴെ എന്താ? ലാർജർ നമ്പർ ഇൻറ്റു 100 കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ആദ്യം വേണ്ടത് നമ്പർ ഓഫ് ബോയ്സ് ആർ എൻറോൾഡ് ഇൻ ക്രിക്കറ്റ്. ക്രിക്കറ്റിലുള്ള ബോയ്സിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ദറ്റ് ഈസ് 29% ഓഫ് 6000 മൈനസ് എത്രയാണ്? ഗേൾസ് എത്രയാണ്? 20% ഓഫ് 3500. ഓക്കെ, ഇതാണ് ബോയ്സ് ഓഫ് ക്രിക്കറ്റ്. ക്രിക്കറ്റിലെ ബോയ്സിന്റെ എണ്ണം. ഓക്കെ, സോൾവ് ചെയ്തേ. 29 into 60, പെർസെന്റേജ് രണ്ട് സീറോയും കട്ടായി പോയി. 20 into 35 എത്ര വരും? 54. 5 1740 മൈനസ് 700 അല്ലെ. 0 4 0 1 1040 എന്ന് വരും. എന്താ? നമ്പർ ഓഫ് ബോയ്സ് ഇൻ ക്രിക്കറ്റ്. അതേപോലെ ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു എൻറോൾഡ് ഇൻ ബാഡ്മിന്റൺ. ബാഡ്മിന്റണിലുള്ള ആളുകളുടെ എണ്ണം എത്ര? 14. സ്റ്റുഡൻസിന്റെ ആണ് വേണ്ടത്. സോ 14% ഓഫ് 6000. That is 14 into 60. 24 to 840 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എയുടെ സ്ഥാനത്ത് 1040, ബിയുടെ സ്ഥാനത്ത് 840. എ ഈസ് വാട്ട് പെർസെന്റ് ഓഫ് ബി അല്ലെ. ഈ രണ്ട് നമ്പർ ഉണ്ട്. ഇനി പെർസെന്റേജ് മോർ കാണാൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ഇൻക്രീസ് ചോദിച്ചാൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക, താഴെ എന്താ? ചെറിയ നമ്പർ അല്ലെ. 840 into 100 കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, 1040 മൈനസ് 840. 200 by 840 into 100. സോൾവ് ചെയ്യാം. 0 0 കട്ട് ചെയ്തു. ദെൻ 2 വെച്ച് 4 വെച്ച് കട്ട് ചെയ്താല് 21, 4 വെച്ച് കട്ട് ചെയ്താല് 50. ഓക്കെ, ദാറ്റ് ഈസ് 500 by 21. അപ്പൊ പോയിന്റ് ആണ് ആൻസർ വരുന്നത്. നമുക്ക് ഡിവൈഡ് ചെയ്യാം. 500 ഡിവൈഡ് ബൈ 21. 21 into 242. 2 point something പറയുന്നുണ്ട്. 10 80 അല്ലെ. ദെൻ എന്താ എടുക്കേണ്ടത്? 4 വരുമ്പോഴത്തേക്ക് 84 ആയി. അപ്പൊ 23 ആയിരിക്കും. അപ്പൊ 23 പോയിന്റ്. അപ്പൊ 3 എന്ന് മനസ്സിലായി. ഇനി ബാക്കി ചെയ്യണ്ട, നമുക്ക് 3 ആണെന്ന് മനസ്സിലായി. സോ 23.81 അല്ലെ. ഓപ്ഷൻ സി 23.81. ക്ലിയർ അല്ലേ? അപ്പം ആ പെർസെന്റേജ് മോറും പെർസെന്റേജ് ലെസ്സും ചോദിച്ചാൽ മനസ്സിലാക്കിയിരിക്കണം. ആ രണ്ട് ടേം, അതായത് എയും ബിയും എന്നുള്ളത് നമ്മളത് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടേ? പെർസെന്റേജ് മോർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഡിഫറൻസ് എടുക്കുക, താഴെ ലെസ്സർ നമ്പർ അല്ലെങ്കിൽ സ്മോൾ നമ്പർ ഇൻറ്റു 100. പെർസെന്റേജ് മോർ ആണ് ലെസ് ആണ് ചോദിക്കുന്നതെങ്കിലോ ഡിഫറൻസ് എടുക്കുക, താഴെ ലാർജർ നമ്പർ ഇൻറ്റു 100. അതേപോലെ തന്നെ എ ഇസ് വാട്ട് പെർസെന്റ് ഓഫ് ബി എന്നാ ചോദിക്കുന്നതെങ്കിലോ എ ബൈ ബി ഇൻറ്റു 100. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഡെയിലി നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് UGC നെറ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത എക്സാമിന് ജൂണിലേക്കായിരിക്കും അല്ലെ. ഇപ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ പഠനം തുടങ്ങണം. നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ആ എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ
കോൺടാക്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്